കൈകാലുകളുടെ പോരാട്ടമാണ്. ഏറ്റവും കരുത്തുറ്റ കൈ തീരുമാനിക്കുന്ന പോരാട്ടത്തിൽ കോഴിക്കോടിന്റെ തേജ, പാലക്കാടിന്റെ പ്രണാമി. നോക്കാം ആര് വിജയിക്കുമെന്ന്. ഉജ്ജ്വലമായ മത്സരം. അക്ബർ ആൻഡ് ഷെറിൻ രാജു തൃശൂർ പൂരത്തിന്റെ നാട്ടിൽ നിന്നും. അക്ബർ സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് വയനാട്ടിൽ വെച്ച് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് സംഘടിപ്പിക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. കേരളത്തിലെ മറ്റ് 13 ജില്ലകളിൽ നിന്നുമുള്ള കായിക താരങ്ങൾ, പഞ്ചഗുസ്തി താരങ്ങൾ സുൽത്താൻ ബത്തേരിയിലേക്ക്, വയനാട്ടിലേക്ക് എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ വലിയ പട്ടണവും അതേപോലെ തന്നെ ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി, ഫ്ലവർ സിറ്റി എന്ന് ഇന്ത്യയിൽ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു സുൽത്താൻ ബത്തേരി നഗരസഭയാണ്. കേരളത്തിൽ ആദ്യമായാണ് അങ്ങനെ ആ രീതിയിലേക്ക് നഗരസഭ മാറിയത്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളും ആഗ്രഹിക്കുന്നത് ബത്തേരിയിൽ പുതുമയാണ്. ബത്തേരിയിൽ ഇങ്ങനെ ഒരു മത്സരം ഇതിനു മുമ്പ് സ്റ്റേറ്റ് തലത്തിൽ നടന്നിട്ടില്ല. അപ്പം അസോസിയേഷൻ അത് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നതിലുള്ള ഒരു സന്തോഷമാണ് ആദ്യമേ പങ്കുവച്ചത്. ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിന് നഗരസഭ കൂടെയുണ്ട്, ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂടെയുണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. സുൽത്താൻ ബത്തേരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിന്റെ ഒരു വേദിക്ക് ഇടമാകുന്നത് ഈ സുൽത്താൻ ബത്തേരി. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഈ സുൽത്താൻ ബത്തേരി നഗരസഭയുടെ പേരിൽ വിജയാശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ഗ്രീൻ പ്രോട്ടോകോൾ നിങ്ങളെല്ലാവരും പാലിക്കുന്നുണ്ട്. അതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളോട് അഗൈതവുമായ നന്ദി ആ ഇനത്തിൽ ഞങ്ങൾ കൃത്യമായി പ്രകടിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ ആര് വിജയം വരിക്കുമെന്ന് നമുക്ക് നോക്കാം. മിന്നൽ റാണികളെ രണ്ടുപേരും, പോരാളികളെ രണ്ടുപേരും ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെക്കുന്നവർ, സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ ഗോൾഡ് മെഡൽ നേടുന്നവർ. നോക്കാം ആര് വിജയിക്കുമെന്ന്. നമുക്ക് പിന്തുണയാണ് ലഭിക്കാത്തത് അല്ലേ? ധാരാളം കഴിവുള്ള
പ്രതിഭകൾ നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അവരെ ആദരിക്കാനും അവർക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രോത്സാഹനം നൽകാനും ഇന്ന് നമ്മുടെ ഈ സദസ്സ് വേദി ഇവിടെ സന്നിഹിതമായിരിക്കുന്നു എന്നത് ഏറ്റവും അഭിമാനകരമാണ്. നമ്മുടെ ഈ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദേശീയ സംഘടനയാണ്, പീപ്പിൾസ് ആം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. കാരണം ഈ മത്സരം നടക്കുന്നത് കേരള ആം റെസ്ലിംഗ് അസോസിയേഷന്റെ കീഴിലാണെങ്കിൽ പോലും നടത്തുന്നത് ദേശീയ ഫെഡറേഷനാണ്. സമീർ വീഡിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് പറ്റോസിയെ പറ്റി എന്താണെന്ന് അറിയാവുന്നവർക്ക് മുഴുവൻ അറിയാം. എത്ര പ്രാവശ്യമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു 10-12 വർഷമെങ്കിലും കേരളത്തിലേക്ക് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ പട്ടം കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം, സമീർ വീണ്ടി. ഇന്ന് അദ്ദേഹം ഏഷ്യൻ റഫറിയാണ്, വേൾഡ് റഫറിയാണ്, ഇന്റർനാഷണൽ റഫറിയാണ്. അദ്ദേഹത്തെ ഈ ലോകത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്നത്തെ മത്സരം നിയന്ത്രിക്കുന്നത് കംപ്ലീറ്റ് സമീർ വീട്ടിയുടെ നേതൃത്വത്തിലായിരിക്കും. ഈ ചുരുങ്ങിയ, അതായത് ചെറിയ ഒരു പരിമിതിയുള്ള സ്ഥലമാണ് നമുക്ക് കിട്ടിയെങ്കിലും ഉള്ളത് ഭംഗിയായിട്ട്. ഇപ്പം ഞാൻ നമ്മുടെ കോഴിക്കോട് നിന്ന് വരുന്ന പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് നടന്ന സ്റ്റേറ്റിനെ നിങ്ങൾ കമ്പയർ ചെയ്യരുത്, വയനാട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. കാരണം കോഴിക്കോടിനെ പോലെ അത്ര സൗകര്യമുള്ള ഒരു സ്ഥലമല്ല വയനാട്. എന്നിരുന്നാലും അതുപോലെ തന്നെ ഭംഗിയായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാം നമുക്ക് ക്രമീകരിച്ച വയനാട് ജില്ലാ അസോസിയേഷന് ഞാൻ എൻ്റെ ഭാഗത്തൊരു നന്ദിയും ഒരാശംസയും അറിയിക്കുന്നു.